Hello all. We are discussing about the stability in a control system. So many techniques are available for checking the stability, and one and the most commonly used stability checking criteria is root harvest criteria. Okay, നമ്മൾ അതിൻ്റെ ഒത്തിരിയും സോൾഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കി. ഒരു സ്പെഷ്യൽ കേസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത്. അത് ഒരു റോ നമ്മൾ റൂത്ത് അറേ ചെക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിന് മുന്നേ ഇതിൻ്റെ ഒരു റൂത്ത് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറയാം. രണ്ട് കണ്ടീഷൻ വി ഹാവ് ടു സാറ്റിസ്ഫൈ. ആൻഡ് വൺ ഈസ് ദാറ്റ് നെസസറി കണ്ടീഷൻ ഈസ് ദാറ്റ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലെ എല്ലാ എലമെന്റ്സും പ്രസന്റ് ആയിരിക്കണം. ദെൻ എല്ലാത്തിന്റെയും സൈൻ പോസിറ്റീവ് ആയിരിക്കണം. അതാണ് നെസസറി കണ്ടീഷൻ. Then sufficient condition is that we have to create a root table, and in that root table we have to analyze the first column of the root table, and in that there should not be any sign changes. Then the system is stable. If there are any sign changes, then the system is unstable. And how many number of sign changes in the first column of root array, then that number of poles is exist in the right hand side of S plane. നമ്മൾ ഇതാണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് കോളം റൂത്ത് അറേയുടെ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും സൈൻ ചേഞ്ചസ് ഇല്ല എന്നുണ്ടെങ്കിൽ ദ സിസ്റ്റം ഈസ് പെർഫെക്റ്റ്ലി സ്റ്റേബിൾ. ഇഫ് ദെയർ എനി സൈൻ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അൺസ്റ്റേബിൾ ആയിരിക്കും. അൺസ്റ്റേബിൾ ആണെങ്കിൽ പോൾസ് RHS ഉണ്ടായിരിക്കും. എത്ര പോൾസ് RHS ഉണ്ട് എന്ന് കിട്ടുന്ന ഫാക്ടറാണ് നമ്പർ ഓഫ് സൈൻ ചേഞ്ചസ്. ഫസ്റ്റ് കോളത്തിൽ എത്ര സൈൻ ചേഞ്ചസ് ഉണ്ടോ അത്രയും അത്രയും നമ്പർ ഓഫ് പോൾസ് RHS ഉണ്ടായിരിക്കും എന്നർത്ഥം. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ഒരു റോയിലെ എല്ലാ എലിമെന്റ്സും 0 ആവുകയാണെന്നുണ്ടെങ്കിൽ വി കനോട്ട് മൂവ് ഫർദർ. സോ ഇൻ ദാറ്റ് കേസ് വി ഹാവ് ടു കൺസിഡർ എ ഓക്സിലറി ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ കിട്ടുന്ന കോഎഫിഷ്യന്റ് എടുത്താണ് ഏത് റോയാണോ ഫുൾ 0 ആവുന്നത് അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫർദർ ആ റൂത്ത് അറേ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അത് നമ്മൾ നോക്കിയതാണ്. ക്ലിയറായോ? സോ അതങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ എന്ന് പറയില്ല, പകരം മാർജിനലി സ്റ്റേബിൾ എന്നേ നമ്മൾ പറയത്തുള്ളൂ. മാർജിനലി സ്റ്റേബിൾ വിച്ച് മീൻസ് ദാറ്റ് ഏതെങ്കിലും ഒരു റോ ഫുൾ 0 വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോള് ആ ഇമാജിനറി ആക്സിസിൽ കൂടി എക്സിസ്റ്റ് ചെയ്യും എന്നാണ് അർത്ഥം. ഓക്കെ, അത് നമ്മൾ നോക്കി. ദെൻ നെക്സ്റ്റ് കേസാണ് നമ്മൾ നോക്കുന്നത്. അടുത്തൊരു കേസ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വി ഹാവ് എ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ദാറ്റ് s⁻6 plus s⁻5 plus 3s⁻4 plus 3s³ plus 3s² plus 2s plus 1 equal to 0. ഓക്കെ, നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിഫോൾട്ട് ക്വസ്റ്റ്യൻ തരികയാണ്. 1 plus g of s into h of s equal to 0 ആണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അത് ആൾറെഡി സോൾവ് ചെയ്ത് റെഡിമെയ്ഡ് സാധനം നിങ്ങളുടെ കയ്യിലുണ്ട്. ചെക്ക് ദി സ്റ്റെബിലിറ്റി. ഓക്കെ, ഇതാ പറയാം. സോ എന്ത് ചെയ്യണം? സോ ഇതിലെ നെസസറി കണ്ടീഷൻ എല്ലാം ഓക്കെ ആണ് അല്ലെ, എല്ലാ പവറും പ്രസന്റ് ആണ്, എല്ലാം പോസിറ്റീവ് സൈൻ തന്നെയാണ്. സോ നോ പ്രോബ്ലം ഇസ് ദാറ്റ്. സോ നെക്സ്റ്റ് വി ഹാവ് ടു ഗോ ഫോർ ദിസ് സഫിഷ്യന്റ് കണ്ടീഷൻ. ഫോർ ദാറ്റ് വി നീഡ് എ റൂത്ത് ടേബിൾ. സോ ഓർഡർ 6 ആണ്. 6 ആണെന്നുണ്ടെങ്കിൽ 6 + 1 7 റോസ് നമ്മുടെ റൂത്ത് ടേബിളിൽ ഉണ്ടാവണം. അതിൽ ഫസ്റ്റ് 2 റോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഏതൊക്കെയാ? ഫസ്റ്റ് റോയില് s⁻6 s⁻4 s² കോൺസ്റ്റന്റ്, ഇതിന്റെ കോഎഫിഷ്യന്റ് എടുത്ത് നമുക്ക് ഫസ്റ്റ് റോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദെൻ സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ s⁻5 s⁻3 ദെൻ s. ഇതിന്റെ പവർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സെക്കൻഡ് റോയിൽ നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആയി? ഓക്കെ, ദെൻ ഈ 2 റോ വെച്ചിട്ടാണ് നമുക്ക് മൂന്നാമത്തെ റോ നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. s⁻4 റോ ഫസ്റ്റ് എങ്ങനെ കിട്ടും? 1 into 3, അതായത് 3 minus 1 into 3/1. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അടുത്തത് 1 into 3 minus 1 into 2 ചെയ്യുമ്പോഴത്തേക്കും 1 into 3 ആകുമ്പോൾ 3 minus 1 into 2 2 3 minus 2 1 1/1 1 ഇവിടെ കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് 1 into 1 minus 0 into 1 ചെയ്യുമ്പോഴത്തേക്കും 1 നമുക്കിവിടെ കിട്ടും. ഓക്കെ, സോ നമുക്കറിയാം. സോ ഇനി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകും? In our previous class, we can know that if there are any row which is fully 0, then we can go for an auxiliary equation. Or row full 0 ആണെങ്കിൽ we can go for an auxiliary equation. പക്ഷെ ഇത് fully 0 അല്ല അല്ലെ. ഒരു റോയുടെ ഫസ്റ്റ് എലമെന്റ് മാത്രം 0 ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, സോ ഇങ്ങനെ കേസ് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു റോയുടെ ഫസ്റ്റ് എലമെന്റ് മാത്രം, ഫുള്ളി അല്ല, ഫസ്റ്റ് എലമെന്റ് മാത്രം 0 വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യണം എന്നറിയാവോ? നമ്മൾ അവിടെ
ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കണം. എങ്ങനെയെന്നറിയോ, എവിടെയൊക്കെ സീറോ ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ സീറോ മാറ്റിയിട്ട് നമ്മൾ അവിടെ എപ്സിലോൺ ഇടണം. ഓക്കെ, ദെൻ ഇനി സീറോയ്ക്ക് പകരം നമ്മൾ എപ്സിലോൺ ഇട്ട് ചെയ്യുക. ദെൻ എപ്സിലോൺ ഇട്ട് ഫുൾ നമ്മൾ റൂട്ട് അറേ ചെയ്യുക. അവസാനം നമ്മൾ മടങ്ങി വരണം. എവിടെയൊക്കെ എപ്സിലോൺ ഉണ്ടായിരുന്നോ അവിടെ എല്ലാം നമ്മൾ മടങ്ങി സീറോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുക. കാരണം സീറോ വെച്ച് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു റോയുടെ ഫസ്റ്റ് എലമെന്റ് മാത്രം സീറോ വരുവാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ആ സീറോ വിത്ത് എപ്സിലോൺ ആൻഡ് വി ഹാവ് ടു കംപ്ലീറ്റ് ദ എൻറ്റയർ റൂട്ട് ടേബിൾ ആൻഡ് അറ്റ് ലാസ്റ്റ് വി ഹാവ് ടു substitute epsilon as 0. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ഈ SS4 നമുക്ക് കിട്ടി. സോ SS4 പകരം നമ്മൾ ഇനി മാറ്റി നമ്മൾ എഴുതും. കാരണം എന്താ, നേരത്തെ പറഞ്ഞ് സീറോയ്ക്ക് എപ്സിലോൺ കൊടുത്തു. 011 പകരം SS4 ഇപ്പോൾ എപ്സിലോൺ 11 എന്ന് കിട്ടും. ഇനി എല്ലാം ഇൻ ടേംസ് എപ്സിലോൺ നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി SS4ന്റെയും SS5ന്റെയും റോ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് SS3യുടെ റോ നമുക്ക് എഴുതേണ്ടത്. സോ നമ്മൾ എങ്ങനെ എഴുതും? SS3 റോ എങ്ങനെ വരും? ഇനി എപ്സിലോൺ ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു 1 ബൈ എപ്സിലോൺ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുത്തെ എലമെന്റ് എനിക്ക് കിട്ടും അല്ലേ? കണ്ടോ? സോ 3 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ എനിക്ക് കിട്ടും. അത് ഇവിടെ. അടുത്ത സെക്കൻഡ് എലമെന്റ് കിട്ടും എപ്സിലോൺ ഇൻറ്റു 2, അത് 2 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ ആണ് സെക്കൻഡ് എലമെന്റ്. ഓക്കെ, കിട്ടിയില്ല. ഇനി ദെൻ 4ഉം 3 ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സെക്കൻഡ് എഴുതേണ്ടത്, SS2 നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അതെങ്ങനെ നോക്കി, ഇവിടെ കമ്പ്യൂട്ടേഷൻ ഇവിടെ വെച്ചിട്ടുണ്ടേ. 2 എപ്സിലോൺ, സോ 3 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ ഇൻറ്റു 1, 3 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് എപ്സിലോൺ ഇൻറ്റു 2 എപ്സിലോൺ ബൈ മൈനസ് 1 ബൈ എപ്സിലോൺ ഇവിടെ ഉണ്ട് ബൈ 3 എപ്സിലോൺ മൈനസ് 1 ഇൻറ്റു എപ്സിലോൺ. ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത് ബൈ ഇത്. ഓക്കെ, ഇത് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. കമ്പ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് അറിയാവോ? ഇങ്ങനെ കിട്ടും. ഓക്കെ, അതായത് മൈനസ് 2 എപ്സിലോൺ സ്ക്വയർ പ്ലസ് 4 എപ്സിലോൺ മൈനസ് 1 ബൈ 3 എപ്സിലോൺ മൈനസ് 1 എന്ന് കിട്ടും. അടുത്ത എലമെന്റ് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ, ഈ 1 ഇതിനൂടെ ഉള്ളതല്ല കേട്ടോ, അടുത്ത റോയാണ്, അടുത്ത എൻട്രി ആണിത്. ഓക്കെ, സിമിലർലി SS1ന്റെ എങ്ങനെ എഴുതും? അടുത്ത എലമെന്റ് അതായത് ഇങ്ങനെ ഇതേ ഇൻറ്റു ഇത്, അതായത് ഈ മൈനസ് 2 എപ്സിലോൺ സ്ക്വയർ പ്ലസ് 4 എപ്സിലോൺ മൈനസ് 1 ബൈ 3 എപ്സിലോൺ മൈനസ് 1 ഇൻറ്റു 2 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ മൈനസ് 3 എപ്സിലോൺ മൈനസ് 1 ബൈ എപ്സിലോൺ ഇൻറ്റു 1 ബൈ ഇത് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ എലമെന്റ് എനിക്ക് കിട്ടും. ഓക്കെ, അടുത്ത SS01 നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ സൈഡിൽ പതുക്കെ LCM ഒക്കെ എടുത്ത് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ എൻ്റെ റൂത്ത് ടേബിൾ എനിക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, 6 ആണ് ഓർഡർ, സോ 6 + 1 7 റോയും എനിക്ക് കിട്ടി. ഓക്കെ, ഇത് സ്പെഷ്യൽ കേസാണ്. SS4 റോ നോക്കിയാൽ ഏതെങ്കിലും ഒരു റോയുടെ ഫസ്റ്റ് എലമെന്റ് മാത്രം 0 വരുവാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് 0 വിത്ത് എപ്സിലോൺ. ഓക്കെ, ഇനി എല്ലാം എപ്സിലോൺ ഇട്ട് ചെയ്യുക. എങ്ങനെയാ? എപ്സിലോൺ ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു 1 ബൈ എപ്സിലോൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഫോളോ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടേ? ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യം 0ക്ക് ഒരു എപ്സിലോൺ കൊടുക്കുക. ഇനി എവിടെ എപ്സിലോൺ ഉണ്ടോ അവിടെ എല്ലാം ആണെങ്കിൽ 0 കൊടുക്കുക. ഓക്കെ, ഈ രണ്ട് റോയ്ക്കും വരെ മാറ്റമൊന്നുമില്ല, അതേപോലെ വരും. ഇവിടെ എന്ത് വരും? എപ്സിലോണിന് പകരം 0 0 1 1 എനിക്ക് വരും. ഇവിടെ എന്ത് കിട്ടും? എപ്സിലോണിന് പകരം 0 അല്ലേ? സോ 0 മൈനസ് 1 ബൈ എപ്സിലോൺ പകരം 0. സോ എനി നമ്പർ ബൈ 0 ഇസ് ഇൻഫിനിറ്റി. ഇവിടെയും ഇൻഫിനിറ്റി തന്നെ. പക്ഷെ എന്തൊക്കെ 3 ഇൻറ്റു 0 0 മൈനസ് 1 മൈനസ് 1 ബൈ 0 ആകുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി നമുക്ക് വരിക. ഓക്കെ, കണ്ടോ? ഓൺ ലെറ്റിംഗ് പകരം എപ്സിലോൺ പകരം 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് റോ അതേപോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എപ്സിലോൺ 1 1 പകരം 0 1 1 വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 0 കൊടുക്കുമ്പോഴത്തേക്കോ 3 ഇൻറ്റു 0 0 മൈനസ് 1 ബൈ 0 മൈനസ് 1 ബൈ 0 വരുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി. ഇതേപോലെ ഇവിടെ മൈനസ് 1 ബൈ 0 വരുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി വരും. ബാക്കി ഇവിടെയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ ബാക്കി എല്ലായിടത്തും പോവും. 1 എന്നിവിടെ വരും. ഈ ബാക്കി 1 ഇവിടെ ഉണ്ട്. ഇവിടെയും 4 എപ്സിലോൺ സ്ക്വയർ മൈനസ് എപ്സിലോൺ ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് 0 ഇവിടെ നിന്ന് കിട്ടും. ബാക്കി 1 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എന്റെ റൂത്ത് അറേ. കിട്ടിയോ? ഇങ്ങനെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? ആദ്യം 0ക്ക് പകരം ഞാൻ എപ്സിലോൺ ഇട്ടു. എപ്സിലോൺ ഇട്ട് ഇൻ ടേംസ് ഓഫ് എപ്സിലോണിൽ ഐ കംപ്ലീറ്റ് മൈ റൂത്ത് അറേ. ആഫ്റ്റർ ദാറ്റ്
റീസബ്സ്റ്റിറ്റ്യൂട്ട് എപ്സിലോൺ വിത്ത് 0. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി. ശരിയായോ? ഇങ്ങനെ കിട്ടി. ഇനി ഓൺ എക്സാമിൻ ഇപ്പൊ ഇനി എന്തായി? ഇനി നമ്മുടെ റൂട്ട് എറയായി. റൂട്ട് എറയുടെ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് കോളം ചെക്ക് ചെയ്ത് നോക്കി. നെഗറ്റീവ് ഇല്ലേ? നെഗറ്റീവ് ഇൻഫിനിറ്റി വിച്ച് മീൻസ് ഇറ്റ് ഇസ് നെഗറ്റീവ് 10 അല്ലേ? സോ നെഗറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ? സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ അല്ലേ? സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ അല്ലേ? ഓക്കെ. പിന്നെ അതിനേക്കാൾ ഉപരി ഇവിടെ ഈ റോ ഫുള്ള് 0 അല്ലേ? ഈ റോ 0, ഇപ്പുറത്ത് ഒന്നുമില്ലെങ്കിൽ അതിന്റെ അർത്ഥം 0, ഇവിടെ എല്ലാം 0. ഓക്കെ. സോ ഒരു റോ ഫുൾ 0 വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് മാർജിനലി സ്റ്റേബിൾ ആയിരിക്കും അല്ലേ? മാർജിനൽ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് വരിക? മാർജിനൽ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ വരയ്ക്കുമ്പോഴത്തേക്കും ഇത് LHS, ഇത് RHS അല്ലേ? സോ ഒരു റോ ഫുൾ 0 വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഈ ഇമാജിനറി ആക്സിസിൽ കൂടി പോൾ ഉണ്ടാവും, 2 പോൾ ഉണ്ടാവും എന്നർത്ഥം. ഇവിടെ ഒരു പോള്, ഇവിടെ ഒരു പോളിനെ നമ്മൾ സാധാരണ എക്സ് പറഞ്ഞാൽ മാർക്ക് ചെയ്യുക, 0-ന് നമ്മൾ സർക്കിൾ കൊടുക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഇത് ആൾറെഡി അൺസ്റ്റേബിൾ ആണ്, നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ വിച്ച് മീൻസ് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. എങ്കിൽ അൺസ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ എത്രയോ പോൾസ് RHS ഉണ്ടാവും. എത്ര പോൾ RHS ഉണ്ടാവും? അതിന്റെ ഡേറ്റ നമുക്ക് റൂട്ട് അറയുടെ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്യുക. റൂട്ട് അറയുടെ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് നമ്മൾ റൂട്ട് അറയുടെ ഫസ്റ്റ് കോളം. റൂട്ട് അറയുടെ ഫസ്റ്റ് കോളത്തിൽ എത്ര സൈൻ ചേഞ്ചസ് ഉണ്ട്? നിങ്ങൾ നോക്കി. +1 to 1 there is no sign change അല്ലേ? 1 to 0 there is no change, but 0 to -infinity there is a sign change അല്ലേ? Okay, -infinity to +1 there is another sign change. 1 to 0 no sign change. 0 to 1 there is no sign change, which means ഇവിടെ നമുക്ക് 2 സൈൻ ചേഞ്ചസ് ആവുള്ളൂ. which means എന്താണ്? RHS എവിടെയോ 2 പോൾ ഉണ്ടെന്ന് അർത്ഥം. RHS 2 പോൾ ഉണ്ട്. ക്ലിയർ ആയോ? സോ ഒരു ഓർഡർ എത്രയാന്ന് നോക്കിയേ? ഓർഡർ 6 ആണ് അല്ലേ? ഓർഡർ 6 ആണ്. സോ 6 പോൾ ഉള്ളതില് 2 എണ്ണം നമ്മുടെ ഇമാജിനറി ആക്സിസില്, 2 എണ്ണം നമ്മുടെ RHS-ല്, ബാക്കി എത്ര എണ്ണം? ബാക്കി 2 എണ്ണം LHS-ല്. ഇതാണ് പോൾസിന്റെ ലൊക്കേഷൻ. റീഡിയോ. ഓക്കെ. സോ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി, ഏതെങ്കിലും ഒരു റോ ഫുള്ള് 0 വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഇമാജിനറി ആക്സിസിൽ എവിടെയോ പോൾ ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ. സോ ഒരു പോളല്ല, ഇമാജിനറി ആക്സിസ് എല്ലാം നമ്മുടെ കോംപ്ലക്സ് പ്ലെയിൻ ആണ്. കോംപ്ലക്സ് പ്ലെയിൻ ആകുമ്പോഴത്തേക്കും അവിടെ കോംപ്ലക്സ് കോഞ്ചേറ്റ് ഉണ്ടാവും. ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിന്റെ കൗണ്ടർ പാർട്ട് താഴെ ഉണ്ടാവും. ഓക്കെ. സോ 2 എണ്ണം. ഇനി RHS എത്ര പോൾ ഉണ്ടെന്നാണെങ്കിൽ ഇവിടെ എത്ര സൈൻ ചേഞ്ചസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 2 സൈൻ ചേഞ്ചസ് ഉള്ളത്. സോ 2 പോൾ. ഓക്കെ. 6-ൽ നിന്ന് 2 പോൾ ഇമാജിനറി ആക്സിസ്, 2 പോൾ RHS-ൽ. ബാക്കി എത്ര പോൾ ഉണ്ട്? 2 എണ്ണം. സോ LHS-ൽ 2 പോളാ ഉള്ളത്. ഓക്കെ. സോ ഇത് അൺസ്റ്റേബിൾ ആണോ? അല്ല, അൺസ്റ്റേബിൾ അല്ല. ഓക്കെ. സോ ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത്. ദ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. കാരണം എന്താ? ഇവിടെ മൈനസ് സൈൻ. ഓക്കെ. 2 റൂട്ട്സ് ആർ ലൈങ് ഓൺ ദി ഇമാജിനറി ആക്സിസ്. കാരണം a row full of 0. 2 roots are lying on the right halves of S-plane. കാരണം എന്താ? There is 2 sign changes. Okay. And 2 roots are lying in the left hand. രണ്ടെണ്ണം. പിടികിട്ടി. ഓക്കെ. സോ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മൾ പഠിക്കുക എന്നാണ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ. ക്ലിയർ ആയല്ലോ? ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഓക്കെ. സോ we have another question. We have already a characteristic equation, that is question already തന്നെ 1 plus g of s into h of s സോൾവ് ചെയ്ത ഇക്വേഷൻ ഉണ്ട്. s raised to 5 plus 4s cube s raised to 4 plus 8s cube plus 8s square plus 7s plus 4 equal to 0 എന്ന് പറയുന്ന characteristic equation നമുക്കുണ്ട്. ഇവിടെയും നമുക്ക് നമ്മുടെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാം. ഓക്കെ. സോ ഇതിന്റെ നെസസറി കണ്ടീഷൻ എല്ലാം ഓക്കെ ആണ്. എല്ലാ പവർ അവൈലബിൾ ആണ്, എല്ലാത്തിന്റെയും സൈൻ പോസിറ്റീവ് ആണ്. സോ നെസസറി കണ്ടീഷൻ ഓക്കെ. Then sufficient condition check ചെയ്യണമെങ്കിൽ we need a root array. So root table, root table 5 ആണ് ഓർഡർ എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് 5 plus 1 റോ ഉണ്ടായിരിക്കണം. ഓക്കെ. സോ ഫസ്റ്റ് 2 റോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലേ? SS5-ന്റെയും S3-ന്റെയും S-ന്റെയും കോഎഫിഷ്യന്റ് ഫസ്റ്റ് റോ നമുക്ക് ഉണ്ടാക്കാം. ദെൻ പെൻഡിങ് ആയിട്ടുള്ളത് SS4-ന്റെയും S2-ന്റെയും ആ കോൺസ്റ്റന്റ് ടേം എടുത്ത് നമുക്ക് സെക്കൻഡ് റോ നമുക്ക് ഉണ്ടാക്കാം. സോ 6 റോയില് നമുക്ക് 2 റോ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാം. ഓക്കെ. സോ ഇതുണ്ട്.
പക്ഷേ നമുക്ക് ഓക്കെ S4 ആണെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 4 വെച്ച് ക്യാൻസൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരും? ഇങ്ങനെ 187 ഫസ്റ്റ് റോ, 484 പകരം 4 വെച്ച് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 121 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ രണ്ട് റോ വെച്ചിട്ടാണ് എനിക്ക് S3യുടെ റോ എനിക്ക് എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ എഴുതാം? ഓക്കെ, 1 into 8 minus 1 2 by 1 അത് കിട്ടും 8 minus 2 8 minus 2 ആകുമ്പോൾ 6 by 1 6 എന്നെങ്കിൽ വരും അല്ലേ? 6. അടുത്തത് 1 into 7 7 minus 1 into 1 6 അല്ലേ? by 1 6 എന്ന് കിട്ടി. ഓക്കെ, സോ 6 6 വേണമെങ്കിൽ എനിക്ക് 6 വെച്ച് ക്യാൻസൽ ആവുകയാണെങ്കിൽ S3 വേണമെങ്കിൽ 1 1 അതായി അല്ലേ? ഇനി SS2 എങ്ങനെ എഴുതാം? ഈ SS4 3 വെച്ചിട്ടാണ് എനിക്ക് SS2ന്റെ റോ എഴുതേണ്ടത്. സോ 1 into 2 2 minus 1 into 1 1 by 1. സോ 2 minus 1 ആകുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അടുത്തത് 1 into 1 1 minus 1 into 0 0 by 1. സോ 1 എന്ന് കിട്ടും. ഓക്കെ, സോ S സ്ക്വയറും 1 എന്ന് കിട്ടും. അടുത്ത SS2 1ന്റെ എങ്ങനെ കിട്ടും? 1 into 1 1 minus 1 into 1 1. അപ്പോൾ 1 minus 1 0 ആണ്, 0 എന്ന് കിട്ടി. ഓക്കെ, പിടിയിട്ടു. അപ്പോ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് കിട്ടും? ഒരു റോയുടെ ഫസ്റ്റ് എലമെന്റ് മാത്രം 0 വരികയാണെങ്കിൽ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് എപ്സിലോൺ, ഇവിടെ നമുക്ക് എപ്സിലോൺ കൊടുക്കാം. എപ്സിലോൺ കൊടുത്താലും നമുക്ക് ഈസിയായി നമുക്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് അറിയാവോ? സപ്പോസ് നിങ്ങൾ ഇവിടെ ഒരു എപ്സിലോൺ കൊടുത്തു നോക്കി, എപ്സിലോൺ കൊടുത്തു നോക്കി, എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. ഒരു മിനിറ്റ്, ഞാൻ പെൻ എടുത്തോട്ടെ. സോ ഇവിടെ നമ്മൾ എപ്സിലോൺ ആണ്, എപ്സിലോൺ ആണ്. ഓക്കെ, ദെൻ എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ ഇൻറ്റു 1 വിച്ച് മീൻസ് എപ്സിലോൺ, എപ്സിലോൺ ഞാൻ ഇ എന്ന് എഴുതാണ്. ഇ പോട്ടെ, ക്യാപിറ്റൽ ഇ ആക്കുക. ഇ എപ്സിലോൺ ആണ് നിങ്ങൾ ഓർക്കുക. സോ എപ്സിലോൺ ഇൻറ്റു 1 എപ്സിലോൺ മൈനസ് ഇവിടെ 1 ഇൻറ്റു ഇവിടെ ഒന്നുമില്ല 0 0. ഓക്കെ, ശരി, ബൈ ഈ എപ്സിലോൺ. അപ്പൊ എന്ത് കിട്ടും? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ. എന്ത് കിട്ടും? ദാറ്റ് ഈക്വൽ ടു 1 അല്ലേ? ദാറ്റ് ഈക്വൽ 1 അല്ലേ? സോ 1 ആണ് അടുത്ത എലമെന്റ് ആയിട്ട് നമുക്കിവിടെ വരിക. SS1 എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ ഓക്കെ, 1 എന്ന് കിട്ടും. സോ 1 again. ഓക്കെ, സോ ഒന്നിൽ നമുക്ക് ഇവിടെ ഓക്സിലറി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ, കാരണം ഏറ്റവും താഴെ വരെയല്ലേ, കുഴപ്പമില്ല. ഓക്സിലറി ഇക്വേഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എപ്സിലോൺ ഏതെങ്കിലും ഒരു റോയുടെ ഫസ്റ്റ് എലമെന്റ് മാത്രം 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എപ്സിലോൺ കൊടുക്കാം. എപ്സിലോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 0 എപ്സിലോൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത 1 എന്ന് എനിക്ക് കിട്ടും. ഓക്കെ, കിട്ടും. ഇനി പകരം എന്ത് ചെയ്യാം? എപ്സിലോണിന് പകരം ഇവിടെ എന്ത് കൊടുക്കാം? എപ്സിലോണിന് പകരം ഇവിടെ എന്ത് കൊടുക്കാം? വീണ്ടും 0 തന്നെ കൊടുക്കാം അല്ലേ? ഇവിടെ 0 കൊടുക്കാം, 0 കൊടുക്കാം, തീർന്നു. ഇനി നമുക്ക് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാം. ട്രൂത്ത് ഫസ്റ്റ് കോളം ചെക്ക് ചെയ്ത് നോക്കി. ഏതൊക്കെയാ? 1 4 1, സോറി ഇതല്ല, 1 1. ഈ ബ്ലൂ മാത്രം നോക്കിയാൽ മതി. 1 1 1 1, ഇവിടെ 0 1. ഫസ്റ്റ് കോളം എല്ലാം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം പോസിറ്റീവ് ആണ് അല്ലേ? ട്രൂത്ത് ഫസ്റ്റ് കോളം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം പോസിറ്റീവ് ആണ്. സോ സ്റ്റേബിൾ ആവുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? ഈ ഒരു റോ ഫുൾ 0 വരെയല്ലേ? ഈ ഒരു റോ ഫുൾ 0 വരെയാണെങ്കിൽ വിച്ച് മീൻസ് there is a chance for margin is stable. മാർജിൻ സ്റ്റേബിൾ ആയിരിക്കും, സ്റ്റേബിൾ ആവില്ല. ഒരു മൈനസ് സൈൻ വരികയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. പക്ഷേ നമുക്കിവിടെ ഒരു റോ ഫുൾ 0 വരികയാണ്. ഒരു റോ ഫുൾ 0 വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഓക്സിലറി ഇക്വേഷൻ ആണ്. ഓക്സിലറി ഇക്വേഷൻ ആണെങ്കിൽ അത് മാർജിനൽ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, മാർജിനൽ സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലെയിൻ വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? സോ ഇതിന്റെ എക്സ്പ്ലെയിൻ വരയ്ക്കുകയാണ്. ഇതെന്റെ RHS, ഇത് എന്റെ LHS, ഇത് നമ്മുടെ ഇമാജിനറി ആക്സിസ്. ഓക്കെ, സോ ഒരു റോ ഫുൾ 0 വന്നില്ലേ? ഒരു റോ ഫുൾ 0 വന്നുകൊണ്ട്
നമുക്ക് രണ്ട് പോള് എവിടെ ഉണ്ടാവും? ഈ ഇമാജിനറി ആക്സിസിൽ ഉണ്ടാവും. രണ്ട് പോൾ ഇമാജിനറി ആക്സിസിൽ ഉണ്ടാവും. ഓക്കെ, ശരി. ഇനി സൈൻ ചേഞ്ചസ് ഉണ്ടോ? ഒന്നിലും സൈൻ ചേഞ്ചസ് ഇല്ല. എല്ലാം +1 1 0 ഒക്കെ മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ആർച്ചസിൽ പോളൊന്നും ഒരു പോളും ഇല്ല. ഓക്കെ, ഒരു പോളും ഇല്ല. ബാക്കി ഔട്ട് ഓഫ് 5 അല്ലേ ഓർഡർ? 5 ആണ് ഓർഡർ എന്നുണ്ടെങ്കിൽ 5 പോൾ ഉണ്ടാവും. 5 പോളില് 2 ഈ RHS ഈ ഇമാജിനറി ആക്സിസിൽ, ബാക്കി 3 പോള് ഇവിടെ LHS തന്നെ ആയിരിക്കും. സോ ഇതെന്തായിരിക്കും? സ്റ്റേബിൾ ആണോ? അല്ല. പക്ഷെ മാർജിനലി സ്റ്റേബിൾ. മറന്നു പോയത്, മാർജിനലി സ്റ്റേബിൾ. മാർജിനലി സ്റ്റേബിൾ മീൻസ് ദാറ്റ് പോൾ എക്സിസ്റ്റ് ഇൻ ഇമാജിനറി ആക്സിസ്. ഉണ്ടോ? The system is limited or marginally stable. Marginally stable and limitedly stable ആയിരിക്കും. Okay. Out of 5 2 rods are lying on the imaginary axis and 3 rods are lying on the left hand side of this plane. Okay. 5 ഉള്ളതിൽ 2 ഈ ഇമാജിനറി ആക്സിസിലും 3 LHS. ഒരു പക്ഷെ ഇവിടെ സൈൻ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആർച്ചിൽ പോകുമായിരുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കേസ്. ഓക്കെ, പിടികിട്ടിയോ? ഓക്കെ, നിങ്ങൾ നോക്കുക. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഓക്കെ, ശരി. അപ്പൊ ഇനി അടുത്തൊരു കേസാണ്. Determine the range K for the stability of a unity feedback system whose open loop transfer function is given by g of s equal to K by s into s plus 1 into s plus 2. ആ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കണേ. ഇത് ഒരു സിസ്റ്റം ഉണ്ട്, അത് യൂണിറ്റി ഫീഡ്ബാക്ക് ആണ്. അതിന്റെ ഓപ്പൺ ലൂപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് K by s into s plus 1 into s plus 2 ആണ്. ഇതില് Kക്ക് ഏതൊക്കെ വാല്യൂസിന് സിസ്റ്റം സ്റ്റേബിൾ ആവും എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. Determine the range of K for the system become stable. പിടികിട്ടിയോ? ക്വസ്റ്റ്യൻ പിടികിട്ടിയോ? സിസ്റ്റം Kയുടെ ഏതൊക്കെ വാല്യൂസ്, the range of value of K so that the system become stable. അപ്പൊ എന്ത് ചെയ്യണം? നമുക്കിവിടെ ഈ റൂത്ത് കർവേസ് മെത്തേഡ് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. സോയിലോട്ട് പോകണം. സോയിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കാറ്റ്സ് ഇക്വേഷൻ വേണം. സോ കാറ്റ്സ് ഇക്വേഷൻ എങ്ങനെയാണ്? 1 + g of s into h of s equal to 0 ആണെന്ന് അറിയാം. നിങ്ങൾ കാണാതെ പഠിക്കണം. 1 + g of s h of s equal to 0 ആണ് കാറ്റ്സ് ഇക്വേഷൻ എന്ന് പഠിക്കണം. സോ നമ്മുടെ കയ്യിൽ g of s ഉണ്ട്. h of s എന്ന് പറയുന്നത് യൂണിറ്റി ഫീഡ്ബാക്ക് ആണെന്ന് നമുക്കറിയാം. സോ 1 + g of s എടുത്ത് എഴുതി, h of s 1 ആയതുകൊണ്ട് എടുത്ത് എഴുതിയില്ല, ഈക്വൽ ടു 0. ഓക്കെ, ഇത് നിങ്ങളൊന്ന് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും LCM ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ s into s plus 1 into s plus 2 plus k equal to 0 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിന്റെ ബ്രാക്കറ്റ് ഒക്കെ മാറ്റി ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും we get s cube plus 3s square plus 2s plus k equal to 0 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ ആൾറെഡി 1 + g of s into h of s സോൾവ് ചെയ്ത് റെഡിമെയ്ഡ് കാറ്റ്സ് ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? we have to use 1 + g of s into h of s എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് കാറ്റ്സ് ഇക്വേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. സോ ഞാൻ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ ഇത് വെച്ചിട്ട് റൂത്ത് അറേ അങ്ങ് ക്രിയേറ്റ് ചെയ്യുക. ഇൻ ടേംസ് ഓഫ് കെയിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇതിൽ നെസസറി കണ്ടീഷൻ ഓക്കെ ആണ്. എല്ലാ പവറും അവൈലബിൾ ആണ്. s ക്യൂബ് ഉണ്ട്, s സ്ക്വയർ, s കോൺസ്റ്റന്റ് ഒക്കെ ഉണ്ട്. എല്ലാ എലമെന്റും പോസിറ്റീവ് ആണ്. സോ ദ നെസസറി കണ്ടീഷൻ ഈസ് ഓക്കെ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് യു ഹാവ് ടു ഗോ ഫോർ എ സഫിഷ്യന്റ് കണ്ടീഷൻ. So for sufficient condition we need the root table. Okay, so root table എന്ത് വേണം? 3 ആണ് ഓർഡർ എന്നുണ്ടെങ്കിൽ 3 + 1, അതായത് 4 റോസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതിൽ ഫസ്റ്റ് 2 റോ നമുക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. ഫസ്റ്റ് റോ ഏതെഴുതും? s ക്യൂബിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ എഴുതും, പിന്നെ s ന്റെ കോഎഫിഷ്യന്റ് നമ്മൾ എഴുതും. ഓക്കെ, സെക്കൻഡ് ഏതെഴുതും? സെക്കൻഡ് റോയിൽ s ന്റെ കോഎഫിഷ്യന്റ് എഴുതും, ആ കോൺസ്റ്റന്റ് ടൈം നമ്മൾ എഴുതും. ഓക്കെ, അത് രണ്ടും നമ്മൾ എഴുതി, കുഴപ്പമില്ലല്ലോ, എഴുതി. ഓക്കെ, ദെൻ ഈ 2 റോ ഉപയോഗിച്ചിട്ടാണ് എന്റെ മൂന്നാമത്തെ റോ ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പൊ എന്ത് വരും? s1 റോ എന്ത് വരും? 3 × 2 6 മൈനസ് 1 × k, അതായത് 6 - k by 3 അല്ലെ? 6 - k × 3 എന്നെനിക്ക് കിട്ടും. ഓക്കെ, ശരി. അടുത്തത് s0 എങ്ങനെ എഴുതും? 6 - k by 3 × k minus 3 × 0 by 6 - k by 3. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് അവിടെ k എന്ന് എനിക്ക് കിട്ടും. സോ ഇതാണ് എന്റെ റൂത്ത് അറേ. ഓക്കെ, സോ ഈ റൂത്ത് അറേ വെച്ചിട്ട് നമുക്ക് ആണ് നമ്മുടെ കെയുടെ വാല്യൂ നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് വേണം? നമ്മളെ കണ്ടീഷൻ എന്താണ്?
ഒരു സിസ്റ്റം സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ റൂട്ട് അറേയുടെ ഫസ്റ്റ് കോളം ഫുൾ പോസിറ്റീവ് ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ അല്ലെ? ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. കണ്ടീഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഈ എലമെന്റ് പോസിറ്റീവ് ആയിരിക്കണം, ഇത് പോസിറ്റീവ് ആയിരിക്കണം, ഇത് ഗ്രേറ്റർ ദാൻ പോസിറ്റീവ് മീൻസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, ഇതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓക്കെ, സോ നമുക്കറിയാം 1 ആൾറെഡി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്കറിയാം. സോ നോ പ്രോബ്ലം. 3 ഗ്രേറ്റർ ദാൻ 0 ആണ്, കുഴപ്പമില്ല. സോ 6 minus k by 3 should be greater than 0 and this k should be greater than 0. Video. Okay, so for the system to be stable, the question എന്താണ്? സിസ്റ്റം സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഉള്ള കെയുടെ റേഞ്ച് ഓഫ് വാല്യൂ. സോ സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ റൂട്ട് അറേയുടെ ഫസ്റ്റ് കോളം എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, സോ 6 minus k by 3 should be greater than 0. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും? അങ്ങനെ അടുത്തത് കെയും 6 minus k by 3 should be greater than 0 ആയിരിക്കണം, k should be greater than 0 ആയിരിക്കണം. ഓക്കെ, അവിടെ നമുക്ക് സോ 6 minus k by 3 should be greater than 0 ആവണം എന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കണം? ഷുഡ് ബി ലെസ് ദാൻ 6 അല്ലേ? അല്ലേ? അപ്പോ കെയുടെ വാല്യൂ 6 minus k by 3 should be greater than 0 ആവണമെങ്കിൽ കെയുടെ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 6 ആയിരിക്കണം. സോ കെയുടെ വാല്യൂ 0ക്കാട്ടും കൂടുതലും ആയിരിക്കണം, 6നെക്കാട്ടും ലെസ്സും ആയിരിക്കണം. സോ ദ റേഞ്ച് ഓഫ് ദ k for the system to be stable is that 0 less than k less than 6. Did ഓക്കെ, ഇങ്ങനെയാണ് കണ്ടീഷൻ കെ. ഇത് എളുപ്പമാണ്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കും, ഫൈൻഡ് ദ റേഞ്ച് ഓഫ് കെ ഫോർ ദ സിസ്റ്റം ടു ബി സ്റ്റേബിൾ. ആദ്യം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണണം, കണ്ടിട്ട് റൂട്ട് അറേ ക്രിയേറ്റ് ചെയ്യുക. ആ റൂട്ട് അറേ ക്രിയേറ്റ് ചെയ്തിട്ട് റൂട്ട് അറേയുടെ ഫസ്റ്റ് റോ എല്ലാ എലിമെന്റിനും ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് നോക്കണം. ഇവിടെ 6 minus k by 3 should be greater than 0 ആണെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ ലെസ് ദാൻ 6 ആയിരിക്കും. ഇവിടെ കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 6ഉം ലെസ് ദാൻ 6, സോറി കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0യും കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0യും ലെസ് ദാൻ 6ഉം. സോ റേഞ്ച് എന്തായിരിക്കും? 0ക്കും 6നും ഇടയ്ക്കായിരിക്കണം കെയുടെ വാല്യൂ. Then only this system will become stable. Then only 0ക്കും 6നും ഇടയ്ക്കാണെങ്കിൽ മാത്രമേ ഈ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കത്തുള്ളൂ. ഓക്കെ, 6.5 വന്നു കഴിഞ്ഞാൽ the system will become unstable. ഓക്കെ, ഇതാണ് ഒരു സ്പെഷ്യൽ കേസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെയാണ്. ഓക്കെ, യൂണിറ്റി ഫീഡ്ബാക്ക് ആണ്, GFS ഉണ്ട്, നമുക്ക് സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് കാണണം. ഓക്കെ, എങ്ങനെ കാണും നമുക്ക് നോക്കണം. അത് എന്താണ്? നമുക്കിത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇല്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാ കാണുക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ്? 1 plus GFS HFS equal to 0 ആണെന്ന് നമുക്കറിയാം. GFS നമുക്കറിയാം, ക്വസ്റ്റ്യൻ പറയുന്നത് k by s plus 2 into s plus 4 s square plus 6x plus 25 ആണെന്നറിയാം. ഫീഡ്ബാക്ക് യൂണിറ്റി എന്തായാലും HFS equal to 1. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും s plus 2 into s plus 4 into s square plus 6x plus 25 plus k equal to 0 എന്ന് എനിക്ക് കിട്ടും. ഇത് ബ്രാക്കറ്റ് ഒക്കെ മാറുമ്പോഴത്തേക്കും s raised to 4 plus 12s cube plus 69s square plus 198s plus 200 plus k എന്ന് എനിക്ക് കിട്ടും. ഓക്കെ, സോ അതിൽ നെസസറി കണ്ടീഷൻ നോക്കുകയാണ്. എല്ലാ പവറും ഉണ്ട്, എല്ലാത്തിനെയും പോസിറ്റീവ് ആണ്. സോ നോ പ്രോബ്ലം, ഇറ്റ് ഈസ് നെസസറി കണ്ടീഷൻ. ഓക്കെ, സോ സഫിഷ്യൻ കണ്ടീഷൻ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓർഡർ എത്രയാണ്? 4 ആണെന്നുണ്ടെങ്കിൽ 4 plus 1 5 റോസ് ഇതിന്റെ അകത്ത് ഉണ്ടായിരിക്കണം. 5 റോസ് ട്രൂത്ത് ടേബിളിൽ ഉണ്ടായിരിക്കണം. സോ 5 റോയില് എങ്ങനെ നമ്മൾ എഴുതും? 5 റോയില് ഫസ്റ്റ് റോയില് s4ന്റെ കോഎഫിഷ്യന്റ് നമ്മൾ എഴുതും, s2ന്റെ കോഎഫിഷ്യന്റ് നമ്മൾ എഴുതും, അടുത്ത കോൺസ്റ്റന്റ് ടൈം നമ്മൾ എഴുതും. ഇത് കോൺസ്റ്റന്റ് ടൈം ഏതാണ്? യൂഷ്വലി മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് എന്ന് പറയണേ, ഇതില് നമ്മുടെ കോൺസ്റ്റന്റ് ടൈം എന്ന് പറയുന്നത് 200 അല്ല, 200 plus k ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് ടൈം. വിട്ടുപോകരുത്, 200 plus k ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് ടൈം. ചിലർ 200 മാത്രം എടുക്കത്തുള്ളൂ. 200 plus k ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് ടൈം, വിച്ച് മീൻസ് എസിന്റെ പവർ 0 ആയിട്ടുള്ളത് 200 plus k. സോ അതിന്റെ റൂട്ട് അറേ ഞാൻ എഴുതാം. അതിൽ ഫസ്റ്റ് റോ നമുക്കറിയാലോ, അപ്പൊ നിങ്ങൾക്ക് ഫാമിലി ആയി കാണും. 169 200 plus k അതിന്റെ ഫസ്റ്റ് റോ, 12ഉം 198ഉം സെക്കൻഡ് റോ. ഓക്കെ, വേണമെങ്കിൽ s3 വേണമെങ്കിൽ എനിക്ക് സിംപ്ലിഫൈ ചെയ്യാം. 12 വെച്ച് ക്യാൻസൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, 16.5 കിട്ടും, കുഴപ്പമില്ല എന്നറിയാം. ഇനി ഈ രണ്ട് റോ വെച്ചിട്ടാണ്
എന്റെ മൂന്നാമത്തെ റോ, അതായത് S2 റോ ഞാൻ എഴുതാൻ പോകുന്നത്. എങ്ങനെ എഴുതും? 1 into 69 minus 1 into 16.5 by 1 ചെയ്യുമ്പോൾ ഇവിടുത്തെ എലമെന്റ് എനിക്ക് കിട്ടും. ഓക്കെ, അടുത്തത് 1 into 200 പ്ലസ് ആണ് 52.5 എന്ന് കിട്ടിയതേ. അടുത്തത് 1 into 200 plus k minus 1 into 0 by 1 ചെയ്യുമ്പോൾ ഇവിടുത്തെ എലമെന്റ് എനിക്ക് കിട്ടും 5. ഇനി S1 ന്റെ റോ എങ്ങനെ എഴുതും? 52.5 into 16.5 minus 1 into 200 plus k by 52.7. ഇങ്ങനെ ഉണ്ടോ? 52.5 into 16.5 ഇവിടെ ഉണ്ട്, മൈനസ് 1 into 200 plus k by 52.7. ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ കിട്ടും. ഓക്കെ, ബാക്കി ഇവിടെ ചെയ്യേണ്ട ഇത് 0 ആണ്, ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഇനി കിട്ടും. അടുത്ത എന്ത് കിട്ടും? 66 ഇതേ ഇൻറ്റു ഇത് 200 plus k minus 52 ഇത് ബൈ ഇത് ചെയ്യുമ്പോഴത്തേക്കും 200 plus k എന്നിനി കിട്ടും. ഇതാണ് എന്റെ റൂട്ട് അറേ. ഓക്കെ, സോ കെ സിസ്റ്റം സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഉള്ള കെയുടെ റേഞ്ച് ഓഫ് വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ റൂട്ട് അറേയുടെ ഫസ്റ്റ് കോളം എല്ലാം സിസ്റ്റം സ്റ്റേബിൾ അല്ലേ ആവേണ്ടേ? സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതെല്ലാം ഗ്രേറ്റർ ദാൻ 0 ആവണം. ഓക്കെ, 1 ആളുടെ ഗ്രേറ്റർ ദാൻ 0 ആണ്, കുഴപ്പമില്ല. ഈ 1 ഗ്രേറ്റർ ദാൻ 1 ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്, കുഴപ്പമില്ല. ഈ 52.5 പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്, കുഴപ്പമില്ല. ദെൻ ഇനി സ്റ്റേബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ 66.25 മൈനസ് കെ ബൈ 52.5 എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതേപോലെ ഈ 200 പ്ലസ് കെ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓക്കെ, വീഡിയോ സോ അങ്ങനെ വരും. So ഈ ഡിനോമിനേറ്റർ അങ്ങ് പോവേ. So 66.25 minus k should be greater than 0. Okay, greater than 0 ആയിരിക്കണം. അപ്പൊ കെയുടെ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ 60.25 ആയിരിക്കും. അതേപോലെ 200 പ്ലസ് കെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ -200 ആയിരിക്കും. ഓക്കെ, സോ കെയുടെ വാല്യൂ നമുക്ക് എങ്ങനെ വരും? കെയുടെ വാല്യൂ നമുക്ക് എങ്ങനെ വരും എന്നറിയോ? -200 less than k less than 66.25 എന്ന് വരും. ഓക്കെ, പക്ഷേ കെയുടെ വാല്യൂ ഒരിക്കലും ലെസ് ദാൻ 0 വരത്തില്ല. കെയുടെ വാല്യൂ ഒരിക്കലും ലെസ് ദാൻ 0 വരത്തില്ല. സോ ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് കെ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, സോ ഓർത്തിരിക്കുക, കെയുടെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. സോ ദ റേഞ്ച് ഓഫ് വാല്യൂ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ കെ ലെസ് ദാൻ 66.25 ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ റേഞ്ച് ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. വീഡിയോ ഒന്നുകൂടെ പറയണോ? ഓക്കെ, കെയുടെ വാല്യൂ ഒരിക്കലും 0 നെഗറ്റീവ് വരത്തില്ല. 0 മുതൽ ലിമിറ്റിംഗ് വാല്യൂ കെ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. 0 മുതലേ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഈവൻ ദോ നമുക്ക് ഈ 200 പ്ലസ് കെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കെയുടെ വാല്യൂ -200 ആയിരിക്കും. ഓക്കെ, ഈവൻ ദോ -200 വന്നാൽ -200 എടുക്കരുത്. -200 എടുക്കരുത്. എന്തേ എടുക്കാവൂ? 0 എടുക്കാവൂ. -10 വന്നാലും -10 എടുക്കരുത്. ദ ലിമിറ്റിംഗ് വാല്യൂ കെ ഷുഡ് ബി 0. സോ 0 തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ 666.25 minus k by 52.5 should be greater than 0 ആകുമ്പോൾ, which means 666.25 minus k should be greater than 0. From that we get k value should be less than 666.25. k യുടെ വാല്യൂ 666.25 ആയിട്ട് ചെറുതായിരിക്കും. അടുത്ത 200 plus k should be greater than 0 ആകുമ്പോൾ k യുടെ വാല്യൂ എന്ന് പറയുന്നത് -200 കാട്ടിയും കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ -200 ഒരിക്കലും വരത്തില്ല, 0 വരത്തുള്ളൂ. സോ 0ക്കും 666.25നും ഇടയ്ക്കായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ റേഞ്ച് ഓഫ് കെ ഫോർ ദ സിസ്റ്റം ടു ബി സ്റ്റേബിൾ ഈസ് 0 ലെസ് ദാൻ കെ ലെസ് ദാൻ 66.25. ഓക്കെ, ഇതേപോലെ തന്നെ ഈ മോഡൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, റെഡിയോ? ഓക്കെ, ആദ്യം റൂട്ട് അറേ ചെയ്യുക, ഇൻ ടേംസ് ഓഫ് കെ ചെയ്യുക. ആ കെയുടെ റേഞ്ച് കാണുന്നുണ്ടെങ്കിൽ ആ ടേം റൂട്ട് അറേയുടെ ഫസ്റ്റ് കോളത്തിന്റെ എല്ലാ എലമെന്റ്സും ഗ്രേറ്റർ ദാൻ 0 ഈക്വേറ്റ് ചെയ്യുക. അവിടെ നിന്നും നിങ്ങൾക്ക് കെയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള കേസ്. ഓക്കെ.